നെടുമങ്ങാട് ബി.ജെ.പി. പ്രവർത്തകരെ ആക്രമിച്ച CPM. ബി.ജെ.പി. കൊട്ടിക്കലാശത്തിനിടെ വാഹനമിടിച്ചു കയറ്റി വിദ്യാർത്ഥിനിയടക്കം 5 ബി.ജെ.പി. പ്രവർത്തകർക്ക് പരിക്കേറ്റു. എല്ലാവരെയും പേരൂർക്കട ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതേസമയം ആശുപത്രിക്ക് മുന്നിൽ CPM പ്രവർത്തകരും തമ്പടിച്ചിരിക്കുകയാണ്. ബോധപൂർവ്വം അവർ മനഃപൂർവ്വം നമ്മൾ അവിടെ അടിയുണ്ടായി. ആദ്യം ഒരു ടിപ്പർ ലോറി ഉണ്ടെന്ന് എല്ലാ പിള്ളേരെ ഇടിച്ച് ചേർപ്പിക്കുകയാണ് ചെയ്തത്. ഇത് കണ്ടിട്ട് ഒരു കൊച്ചിനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഇങ്ങനെ ചെറുത്ത് നിന്ന് എന്നെ ഉടുപ്പിലോട്ട് തൂക്കിയെടുത്തിട്ട് ഇങ്ങോട്ട് ഞാൻ ബാക്കിലോട്ട് എന്നെ പാർട്ടിക്കാരും കൂടെ കൊണ്ടുപോയപ്പോൾ എന്നതുകൊണ്ട് ഇവിടെ കാറിലോട്ട് ചാരി എന്നാണ് എല്ലാവരും കൂടെ വന്ന് ഇടിച്ചത്. അപ്പോൾ ഒരു കാറ് അതിൻ്റെ ഈ തിരക്കിനിടയിൽ പെട്ടുപോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ അവിടെ നിന്ന ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു, ഈ കാറൊന്നങ്ങ് കടത്തിവിടാൻ. അതിനകത്ത് വയസ്സായ 3 മാമന്മാരിരിക്കുകയായിരുന്നു. ഈ കാറൊന്ന് കടത്തിവിടാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും പറ്റത്തില്ല, അവിടെ കിടന്നാൽ മതിയെന്ന് പറഞ്ഞു തീരുന്നുമ്പേ ഒരു ടിപ്പർ, നമ്മൾ നിൽക്കുന്നതിൻ്റെ ഇടയിലോട്ട് ഒരു ടിപ്പർ ഇടിച്ച് കയറി വന്നിട്ട് അവരവിടെ പ്രശ്നം ഉണ്ടാക്കി കൊണ്ട് നിൽക്കുക. ഞാൻ എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ കൊച്ചിനെ വന്നിട്ട് ഒരു പയ്യൻ ദേഹത്ത് തട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, പെൺകുട്ടികളൊക്കെ നിൽക്കുന്നതല്ലേ, നിങ്ങൾ ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കാൻ പറഞ്ഞു. അത് പറയാൻ നീ ആരാടിയെന്നും കേട്ടോണ്ട് എന്നെ ചീത്ത വിളിച്ചിട്ട് അവർ കൂട്ടത്തോടെ ഉന്തിയിട്ട് കൊച്ചിൻ്റെ നെഞ്ചിൽ വെച്ച് ഇടിച്ചു കൊടുത്തു. ഒരാൾ പെട്ടെന്ന് ഒരു ഇടിയായിരുന്നു നെഞ്ചിലിട്ടിട്ട്. അപ്പം ഒന്നും ആ ഇടിച്ചതിലൊന്നും ഒരു ഇതുമില്ല, നമുക്ക് ഓർമ്മയൊന്നും ഇല്ല. കാരണം പെട്ടെന്ന് ഇടി ഇടിച്ചിട്ട് നമ്മളടുത്താണ് ഇങ്ങോട്ട് ദേഷ്യപ്പെട്ട് നമ്മളിങ്ങോട്ട് ഒരുപാട് ചീത്ത വിളിക്കുമായിരുന്നു. നമ്മൾ ചോദിക്കുന്നപ്പോൾ നമ്മൾ വീണ്ടും ഒരു വഴക്ക് പറഞ്ഞ് തള്ളി ജസ്റ്റ് ഒന്ന് തള്ളിയത് ഞാനും അമ്മയും കൂടെ പാലത്തിന്റെ അപ്പുറത്ത് പോയേനെ. വാർത്തയുടെ വിവരങ്ങളുമായി ശ്യാം ചേരുന്നുണ്ട്. ശ്യാം, ആസൂത്രിതമായ ഒരു ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രവുമല്ല, ഈ ടിപ്പറൊക്കെ ഓടിച്ചു കയറ്റുക എന്ന് പറയുന്ന അതീവ ഗുരുതരമായ ഒരു ക്രൂരതയാണ് CPM-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? നീലിമ, ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. നെടുമങ്ങാട് ഏണിക്കരയിലാണ് ഇത്തരത്തിൽ BJP പ്രചരണ റാലിക്കിടെ CPM പ്രവർത്തകർ ഒരു തെരഞ്ഞെടുപ്പ് വാഹനവുമായി വരുന്നു. അത് വലിയൊരു ടിപ്പർ വാഹനമാണ്. ആ ടിപ്പർ വാഹനം ഈ BJP പ്രചരണ റാലിക്കിടയിലേക്ക് തിരികെ കയറ്റാൻ ശ്രമിക്കുന്നു. ഇത് സ്ത്രീകളടക്കമുള്ളവർ ചോദ്യം ചെയ്തതോടുകൂടി തന്നെയാണ് ഇവർ വ്യാപകമായ ആക്രമണം CPM പ്രവർത്തകർ അഴിച്ചുവിടുകയും ചെയ്തത്. തുടക്കത്തിൽ സ്ത്രീകളടക്കം കുട്ടികളടക്കം നിൽക്കുന്ന ഭാഗത്തേക്ക് CPM പ്രവർത്തകർ വാഹനം ഓടിച്ചു കയറ്റുകയും ചെയ്തു. ഇത് ചോദ്യം ചെയ്ത് കൂടുതൽ പ്രവർത്തകർ എത്തിയതോടുകൂടി തന്നെയാണ് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർക്ക് നേരെ വ്യാപകമായ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു. ഇതിൽ പലർക്കും കൈക്കും നെഞ്ചത്തും തലയ്ക്കുമടക്കം പരിക്ക് ഏറ്റിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ പേരൂർക്കട താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നു. 20 വയസ്സുള്ള വിദ്യാർത്ഥിനി ഉൾപ്പെടെയുള്ള കുട്ടികൾക്ക് നെഞ്ചത്തടക്കം പരിക്കുണ്ട്. ഇവരെല്ലാം തന്നെ കൂടുതൽ ചികിത്സ തേടാനായിട്ട് മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്തായാലും പേരൂർക്കട താലൂക്ക് ആശുപത്രിക്ക് പുറത്ത് ഈ BJP പ്രവർത്തകർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പ്രവേശിച്ച അതേ സമയത്ത് തന്നെ CPM പ്രവർത്തകർ പുറത്ത് തമ്പടിക്കുന്ന ഒരു കാഴ്ചയും കാണാൻ കഴിഞ്ഞിരിക്കുകയാണ് പ്രധാനമായും. ഒപ്പം തന്നെ ഈ അപകടമുണ്ടാക്കിയ ടിപ്പർ വാഹനം ഇതിന് അനുമതിയില്ലായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന് അനുമതി നൽകിയിട്ടില്ലായിരുന്നു ഈ പ്രചരണത്തിന് അടക്കം പങ്കെടുക്കാനായിട്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ BJP പ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്നടക്കം അലംഭാവം ഉണ്ടായെന്നാണ് BJP പ്രവർത്തകർ ആരോപിക്കുകയും ചെയ്യുന്നത്. എന്തായാലും 6 പേരാണ് ഇപ്പോൾ പരിക്കേറ്റ് പേരൂർക്കട ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുന്നത്. നീലിമ. ഓക്കെ ശ്യാം.